മാസത്തിലേറെയായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സാങ്കേതിക തകരാറുകൾ കാരണം കുടുങ്ങിക്കിടന്ന ബ്രിട്ടന്റെ അത്യാധുനിക 5ാം തലമുറ യുദ്ധവിമാനമായ F-35B ലൈറ്റ്നിംഗ് 2 ഒടുവിൽ പറന്നുയരാൻ ഒരുങ്ങുകയാണ്. ഹൈഡ്രോളിക് സംവിധാനത്തിലും ഓക്സിലറി പവർ യൂണിറ്റിലുമുണ്ടായ ഗുരുതരമായ തകരാറുകളാണ് വിമാനം തിരുവനന്തപുരത്ത് തങ്ങാൻ കാരണമായത്. ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഘം നടത്തിയ തീവ്ര ശ്രമങ്ങൾക്കൊടുവിൽ തകരാറുകൾ പരിഹരിച്ചതോടെ ഈ മാസം 20-ന് ശേഷം വിമാനം തിരികെ പറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബ്രിട്ടീഷ് നാവികസേനാ മേധാവിയുടെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ് നിലവിൽ. ഈ സംഭവം ഇന്ത്യൻ വ്യോമയാന മേഖലയിലും പ്രതിരോധ രംഗത്തും വലിയ ശ്രദ്ധ നേടിയിരുന്നു. ഈ സംഭവത്തിന്റെ തുടക്കം 2025 ജൂൺ 14-നായിരുന്നു. ബ്രിട്ടന്റെ ഏറ്റവും പുതിയതും സാങ്കേതികമായി ഏറെ മുന്നിട്ട് നിൽക്കുന്നതുമായ F-35B യുദ്ധവിമാനം അറബിക്കടലിൽ നടക്കുന്ന സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുകയായിരുന്നു. HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്നും പറന്നുയർന്ന ഈ വിമാനം നിശ്ചയിച്ച ദൗത്യം പൂർത്തിയാക്കുന്നതിന് മുൻപ് ഇന്ധനം തീർന്നുവെന്ന അടിയന്തര സന്ദേശം നൽകി. ഇതോടെ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളമായ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. ഇത് അസാധാരണമായ ഒരു സാഹചര്യമായിരുന്നു. കാരണം ഒരു വിദേശ യുദ്ധവിമാനം, പ്രത്യേകിച്ചും F-35 പോലുള്ള ഒരു അതീവ രഹസ്യ സ്വഭാവമുള്ള വിമാനം ഒരു ഇന്ത്യൻ വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കുന്നത് വിരളമാണ്. ഇന്ത്യൻ വ്യോമസേനയും എയർ ട്രാഫിക് കൺട്രോളും ബ്രിട്ടീഷ് വിമാനത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകി സുരക്ഷിതമായ ലാൻഡിംഗ് ഉറപ്പാക്കി. വിമാനം സുരക്ഷിതമായി നിലത്തിറക്കിയെങ്കിലും കാര്യങ്ങൾ അവിടെ അവസാനിച്ചില്ല. വിദഗ്ധർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലും സ്റ്റാർട്ടിംഗ് സംവിധാനത്തിലും ഗുരുതരമായ പ്രശ്നങ്ങൾ കണ്ടെത്തി. ഹൈഡ്രോളിക് സംവിധാനം ഒരു വിമാനത്തിന്റെ നിയന്ത്രണ സംവിധാനങ്ങളിൽ അത്യന്താപേക്ഷിതമാണ്. ഇത് വിമാനത്തിന്റെ ഫ്ലാപ്പുകൾ, ലാൻഡിംഗ് ഗിയർ, നിയന്ത്രണ പ്രതലങ്ങൾ എന്നിവയെല്ലാം പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്നു. സ്റ്റാർട്ടിംഗ് സംവിധാനം അഥവാ ഓക്സിലറി പവർ യൂണിറ്റ് എന്നത് എഞ്ചിനുകൾ സ്റ്റാർട്ട് ചെയ്യാനും വിമാനം നിലത്തായിരിക്കുമ്പോൾ മറ്റു സംവിധാനങ്ങൾക്ക് വൈദ്യുതി നൽകാനും ഉപയോഗിക്കുന്ന ഒരു ചെറിയ ടർബൈൻ എഞ്ചിനാണ്. ഈ രണ്ട് സംവിധാനങ്ങൾക്കും തകരാർ സംഭവിച്ചത് വിമാനത്തിന്റെ പ്രവർത്തനക്ഷമതയെ പൂർണ്ണമായി ബാധിച്ചു. തുടക്കത്തിൽ വിമാനത്തിന്റെ തകരാറുകൾ പരിഹരിക്കുന്നതിനായി ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധർ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരുന്നു. എന്നാൽ അവരുടെ പ്രാരംഭ ശ്രമങ്ങൾ വിജയകരമായിരുന്നില്ല. തകരാറുകൾ സങ്കീർണമായതിനാൽ അടിയന്തരമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ഇത് വിമാനത്തിന്റെ മടക്കയാത്ര വൈകാൻ കാരണമായി. ദിവസങ്ങൾ ആഴ്ചകളായി മാറിയപ്പോഴും F-35B തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തന്നെ തുടർന്നു. ഇതൊരു വിദേശ രാജ്യത്തെ സൈനിക വിമാനം ദീർഘകാലം ഒരു ഇന്ത്യൻ വിമാനത്താവളത്തിൽ തങ്ങുന്നത് സംബന്ധിച്ച് നയതന്ത്ര തലത്തിൽ ചെറിയ വെല്ലുവിളികൾ ഉയർത്തി. എങ്കിലും ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം കാരണം കാര്യങ്ങൾ സുഗമമായി നടന്നു. ഒടുവിൽ ഈ മാസം 2-ാമത്തെ ആഴ്ചയിലാണ് ബ്രിട്ടനിൽ നിന്നുള്ള ഒരു പ്രത്യേക വിദഗ്ധ സംഘം തിരുവനന്തപുരത്തെത്തിയത്. ബ്രിട്ടീഷ് വ്യോമസേനയുടെ എയർബസ് A400M എന്ന ഭീമാകാരനായ ട്രാൻസ്പോർട്ട് വിമാനത്തിലാണ് ഈ സംഘം എത്തിയത്. ഈ വിമാനത്തിൽ പ്രത്യേക പരിശീലനം നേടിയ എഞ്ചിനീയർമാർ, സാങ്കേതിക വിദഗ്ധർ, ആവശ്യമായ സ്പെയർ പാർട്സുകൾ, ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. F-35B പോലുള്ള ഒരു അത്യാധുനിക വിമാനത്തിന്റെ തകരാർ പരിഹരിക്കുന്നതിന് അതീവ സൂക്ഷ്മതയും പ്രത്യേക വൈദഗ്ധ്യവും ആവശ്യമാണ്. അത്യാധുനിക സെൻസറുകൾ, സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ, സംയോജിത എവിയോണിക്സ് എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഈ വിമാനം സങ്കീർണമായ ഒരു യന്ത്രമാണ്. അതിനാൽ സാധാരണ വിമാനങ്ങളുടെ തകരാറുകൾ പരിഹരിക്കുന്നതിനേക്കാൾ ശ്രമകരമായ ഒന്നായിരുന്നു ഇത്. ഈ സംഘം എത്തിയതിനു ശേഷം അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പുരോഗമിച്ചു. ഹൈഡ്രോളിക് സംവിധാനത്തിലെയും ഓക്സിലറി പവർ യൂണിറ്റിലെയും തകരാറുകൾ സൂക്ഷ്മമായി പരിശോധിച്ച് വിജയകരമായി പരിഹരിച്ചു. വിമാനത്തിന്റെ പ്രധാന എഞ്ചിന്റെ കാര്യക്ഷമതയും പ്രവർത്തനക്ഷമതയും പൂർണ്ണമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പായതോടെയാണ് വിമാനം പറന്നുയരാൻ തയ്യാറാണെന്ന് അറിയിച്ചത്. ഈ സംഭവത്തിന്റെ കേന്ദ്രബിന്ദുവായ F-35B ലൈറ്റ്നിംഗ് 2 വിമാനം ലോകത്തിലെ ഏറ്റവും ആധുനികവും കഴിവുള്ളതുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ്. ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച ഈ 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ US, UK, മറ്റ് സഖ്യകക്ഷികൾ എന്നിവരുടെ വ്യോമസേനയുടെ നട്ടെല്ലാണ്. ഇതിന്റെ ചില പ്രധാന സവിശേഷതകൾ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയാണ്. F-35B വിമാനത്തിന് റഡാറിൽ പെടാതെ പറക്കാൻ കഴിയും. ഇത് ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ സഹായിക്കുന്നു. അതോടൊപ്പം F-35B മോഡലിന് കുത്തനെ ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും സാധിക്കും. ഇത് വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും ചെറിയ റൺവേകളിൽ നിന്നും പ്രവർത്തിക്കാൻ ഇതിനെ പ്രാപ്തമാക്കുന്നു. തിരുവനന്തപുരത്ത് അടിയന്തരമായി ലാൻഡ് ചെയ്ത വിമാനം ഈ വിഭാഗത്തിൽപ്പെട്ടതാണ്. വിവിധ സെൻസറുകളിൽ നിന്നുള്ള വിവരങ്ങൾ സംയോജിപ്പിച്ച് പൈലറ്റിന് 360 ഡിഗ്രി കാഴ്ചയും ശത്രുവിന്റെ സ്ഥാനങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും നൽകുന്നുണ്ട്. അതോടൊപ്പം എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട് ദൗത്യങ്ങൾക്കായി വൈവിധ്യമാർന്ന ആയുധങ്ങൾ വഹിക്കാൻ ഇതിന് കഴിയും. ഈ സവിശേഷതകൾ കാരണം F-35B ഒരു
സാധാരണ യുദ്ധവിമാനമല്ല, മറിച്ച് ആധുനിക യുദ്ധക്കളത്തിലെ ഒരു ഗെയിം ചേഞ്ചറാണ്. അതുകൊണ്ടാണ് ഇതിന്റെ തകരാറും നന്നാക്കാനുള്ള ശ്രമങ്ങളും ഇത്രയധികം പ്രാധാന്യം നേടുന്നത്. ബ്രിട്ടീഷ് F-35B വിമാനം തിരുവനന്തപുരത്ത് കുടുങ്ങിയ സംഭവം ഇന്ത്യ ബ്രിട്ടൻ നയതന്ത്ര ബന്ധത്തിന്റെ ഒരു നേർക്കാഴ്ച നൽകി. ഒരു വിദേശ സൈനിക വിമാനം, പ്രത്യേകിച്ചും ഒരു അതീവ തന്ത്രപ്രധാനമായ യുദ്ധവിമാനം മറ്റൊരു രാജ്യത്തിന്റെ മണ്ണിൽ ഇത്രയും കാലം തങ്ങുന്നത് സാധാരണ നടപടിക്രമങ്ങൾക്ക് പുറത്താണ്. എന്നിരുന്നാലും ഇന്ത്യ ബ്രിട്ടൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും നൽകി. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ പ്രതിരോധ സഹകരണത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും തെളിവാണ്. ഭാവിയിൽ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനുള്ള ഒരു മാതൃകയും ഈ സംഭവം നൽകി. എല്ലാ തകരാറുകളും പരിഹരിച്ച് എഞ്ചിൻ കാര്യക്ഷമത ഉറപ്പുവരുത്തിയതോടെ F-35B വിമാനം തിരികെ പറക്കാൻ തയ്യാറാണ്. ഈ മാസം 20-ന് ശേഷമാണ് പറന്നുയരാൻ ഉദ്ദേശിക്കുന്നത്. ബ്രിട്ടീഷ് നാവികസേനാ മേധാവിയുടെ അന്തിമ അനുമതിയും ആവശ്യമായ ലോജിസ്റ്റിക് ക്രമീകരണങ്ങളും പൂർത്തിയായാൽ വിമാനം തിരുവനന്തപുരത്ത് നിന്നും യാത്ര തിരിക്കും. ഇത് ഇന്ത്യൻ വ്യോമയാന അധികാരികൾക്കും വിമാനത്താവള ജീവനക്കാർക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഒരു മാസത്തിലേറെയായി നീണ്ട കാത്തിരിപ്പിനും അനിശ്ചിതത്വങ്ങൾക്കും കൂടിയാണ് ഇതോടെ വിരാമമാകുന്നത്. ഒറ്റപ്പെട്ടതെങ്കിലും ഈ സംഭവം അന്താരാഷ്ട്ര സൈനിക സഹകരണത്തിന്റെയും സാങ്കേതിക സഹായത്തിന്റെയും അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ ഇന്ത്യയുടെ കാര്യക്ഷമതയുടെ ഉദാഹരണമായി നിലനിൽക്കും.